ആൻവിൻ ജോസ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള വ്യക്തിയാണ്. UK സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ട് അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത്രയും കോൺഫിഡൻസിലാണ് ആൻവിൻ ബ്രോ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ എന്താണ് UK നടക്കുന്ന വിഷയം? എല്ലാ രാജ്യങ്ങളും മൈഗ്രേഷൻ കൂടുതലാകുമ്പോൾ ഒരു ക്യാപ് ലിമിറ്റ് വെക്കാറ്. ദിസ് ടൈം ഇറ്റ്സ് ഫോർ UK ഗവൺമെൻറ് കുറച്ച് അമെൻമെൻറ്റ്സ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവിടെ വരുന്ന സ്റ്റുഡൻസ് വരാതിരിക്കാനോ അല്ലെങ്കിൽ സ്കിൽസ് ഉള്ളവരെ ഒഴിവാക്കാനോ ഒന്നുമല്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ അവിടെ വരുന്നവരുടെ കരിയർ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് മനസ്സിലാക്കുക, വേൾഡിലെ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം, ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം UK തന്നെയാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ റൈറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക. മീൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്കോളർഷിപ്പ്, ലോൺ ഓപ്ഷൻസ് ഒക്കെ ഉള്ള കോഴ്സസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം അറിഞ്ഞ് ചെയ്താൽ ഇൻ ഫ്യൂച്ചർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ UK വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് എഫക്റ്റ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നെക്സ്റ്റ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യും.